അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബീഹാറിലെ സുപ്രധാന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കും. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെ മുതൽ ബിജെപി നേതാവ് മംഗൾ പാണ്ഡെയുടെ വരെ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മത്സരരംഗത്തുള്ള RJD മഹാസഖ്യത്തിന്റെ പ്രാധാന്യം നിർവചിക്കുന്നു. തർക്കമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവ് ഉയർന്നു വന്നിട്ടുണ്ട്. 135 സീറ്റുകളിൽ മത്സരിക്കുന്ന RJDയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും തേജസ്വി തന്നെ. തന്റെ പരമ്പരാഗത ശക്തികേന്ദ്രമായ രാഘോപൂരിൽ നിന്നാണ് തുടർച്ചയായി 3-ാം തവണയും മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് BJPയുടെ ശക്തമായ OBC മുഖമാണ് സാമ്രാട്ട് ചൗധരി, നിലവിലെ ഉപമുഖ്യമന്ത്രി. മുൻഗർ ജില്ലയിലെ താരാപൂർ മണ്ഡലത്തിൽ നിന്നാണ് സാമ്രാട്ട് ചൗധരി ജനവിധി തേടുന്നത്. BJPയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രി രാംകൃപാൽ യാദവ്. വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച രാംകൃപാൽ യാദവ് ധനാപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. ശക്തനായ RJDയുടെ റിത്ലാൽ യാദവിനെ നേരിടുന്നു. 2014 ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതിയെ പരാജയപ്പെടുത്തി രാംകൃപാൽ ലോക്സഭയെ പ്രതിനിധീകരിച്ച പാടലിപുത്രയോട് ചേർന്ന പ്രദേശമാണിത്. ഭോജ്പൂരി ഗായിക മൈഥിലി താക്കൂർ BJPയുടെ പട്ടികയിലെ സെലിബ്രിറ്റിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 13 പാർട്ടിയിൽ ചേർന്നതോടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. അലിനഗർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. മുൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയും മുൻ ബീഹാർ BJP പ്രസിഡന്റുമായ മംഗൾ പാണ്ഡെ സിവാനിൽ നിന്നാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മംഗൾ പാണ്ഡെ ഊഹാപോഹങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും NDA നിതീഷ് കുമാറിനെ വീണ്ടും ഉറപ്പിച്ചു. തേജസ്വിയുടെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് യാദവ് 2015 വിജയിച്ച വൈശാലി ജില്ലയിലെ മഹുവയിൽ നിന്ന് മത്സരിക്കുന്നു. RJDയിൽ നിന്ന് പുറത്തായ ശേഷം തേജ് പ്രതാപ് രൂപീകരിച്ച ജനശക്തി ജനതാദൾ 5 ചെറിയ പ്രാദേശിക സംഘടനകളുമായി സഖ്യമുണ്ടാക്കി 21 മത്സരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.